ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എന്നെ കേൾക്കുന്ന ഏവർക്കും വീണ്ടും വരുന്ന നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ വിലയേറിയ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. സത്പ്രവൃത്തികൾ ചെയ്ത സ്ത്രീകളെ പറ്റിയാണല്ലോ നാം സാധാരണ കേൾക്കാറുള്ളത്. എന്നാൽ ദൈവവചനത്തിനെതിരായി പോയ സ്ത്രീകളെപ്പറ്റിയും ആയതിൻ്റെ തിക്തഫലങ്ങളെപ്പറ്റിയും വചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് നാം ആ വഴിയിൽ പോകാതിരിപ്പാനാണ്. അങ്ങനെയുള്ള ചില സ്ത്രീകളെപ്പറ്റി നമുക്ക് ചിന്തിക്കാം. ഒന്നാമതായി ഹവ്വ. ആദിമാതാവിനെ പറ്റി തന്നെ ആദ്യമായി ചിന്തിക്കാം. ദൈവം നിലത്തെ പൊടികൊണ്ട് മനുഷ്യനെ നിർമ്മിച്ച് മൂക്കിൽ ജീവശ്വാസമൂതി ജീവനുള്ള ദേഹിയാക്കി. മനുഷ്യൻ്റെ തനിമ നന്നല്ലെന്ന് കണ്ട ദൈവം അവന് ഗാഠനിദ്ര വരുത്തി വാരിയെല്ലുകളിൽ ഒന്നെടുത്ത് മാംസം പിടിപ്പിച്ച് സ്ത്രീയാക്കി. മനുഷ്യന് തക്ക തുണയായിരിക്കാൻ അവന് നൽകി. അവരെ ദൈവം ഒരു തോട്ടമുണ്ടാക്കി അതിനെ കാപ്പാനും വേല ചെയ്യുവാനും ആക്കി വെച്ചു. തോട്ടത്തിലെ നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ മരിക്കും എന്ന നിർദ്ദേശം കൊടുത്തിരുന്നു. സ്ത്രീയെ വേഗത്തിൽ പാട്ടിലാക്കാം എന്ന് മനസ്സിലാക്കിയ പിശാച് പാമ്പ് രൂപത്തിൽ അവൾ തനിയെ നിന്ന സമയത്ത് അവളെ സമീപിച്ച് വിലക്കപ്പെട്ട കനി തിന്നുവാൻ പ്രേരിപ്പിച്ചു. അവൾ പിശാചിൻ്റെ കെണിയിൽ വീണു, ദൈവവചനം മറന്നു. ദൈവം അരുത് എന്ന് പറഞ്ഞ ഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു. ജഡമോഹം, കൺമോഹം, ജീവനത്തിൻ്റെ പ്രതാപം അവളെ വശീകരിച്ചു. അങ്ങനെ അവൾ പഴം പറിച്ചു തിന്നു, തൻ്റെ ഭർത്താവിനെയും തെറ്റിച്ചു. ദൈവകൽപ്പന ലംഘിച്ചത് മൂലം പാപികളായി മരണം ലോകത്തിൽ പ്രവേശിച്ചു. ദൈവിക കൂട്ടായ്മ അനുഭവിച്ചു വന്ന തോട്ടത്തിന് വെളിയിൽ പോകേണ്ടതായി വന്നു. നാം പാപലോകത്തിൽ ജീവിക്കുമ്പോൾ ഹവ്വായ്ക്ക് മോഹം ജനിപ്പിച്ച സംഗതികൾ നമ്മെയും വശീകരിക്കും എന്നതിനാൽ പിശാചിനെ ജയിക്കുവാൻ ദൈവവചനമെന്ന വാൾ നമുക്ക് പ്രയോജനപ്പെടുത്തേണ്ടതുണ്ട്. രണ്ടാം ആദാമായി വന്ന യേശുക്രിസ്തു പിശാചിൻ്റെ തന്ത്രങ്ങളെ വചനം മൂലമാണ് ജയിച്ചത്. നമുക്ക് മാതൃക നൽകിയിരിക്കുന്നു. രണ്ടാമതായി സാറ. ഉൽപ്പത്തി 12:1. സാറായും തൻ്റെ ഭർത്താവ് അബ്രഹാമും കൽദയ പട്ടണമായ ഊരിൽ താമസിച്ചു വന്നു. തൻ്റെ ദേശക്കാരെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് ദൈവം കാണിപ്പാനിരിക്കുന്ന ഇടത്തിലേക്കുള്ള ദൈവവിളി അബ്രഹാമിന് ഉണ്ടാകുന്നു. എവിടേക്കാണെന്നറിയാതെയുള്ള പുറപ്പെടലിന് നമ്മുടെ റെസ്പോൺസ് എന്തായിരിക്കും? എന്നാൽ സാറ എതിരൊന്നും പറയാതെ ഭർത്താവിൻ്റെ കൂടെ പുറപ്പെടുന്നു. ഭൂമിയിലെ സകല വംശങ്ങളും അബ്രഹാമിൽ അനുഗ്രഹിക്കപ്പെടും എന്ന വാഗ്ദത്തവും ദൈവം അവർക്ക് കൊടുത്തിരുന്നു. എന്നാൽ സാറ മക്കളെ പ്രസവിച്ചിരുന്നില്ല, മച്ചിയായിരുന്നു. 15:4. അബ്രഹാം താൻ മക്കളില്ലാത്തവനാണെന്ന വിവരം ദൈവത്തെ അറിയിച്ചപ്പോൾ നിൻ്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിൻ്റെ അവകാശിയാകും എന്ന് അരുളപ്പാട് ലഭിച്ചു. എന്നാൽ സാറ മച്ചിയായിരുന്നതിനാൽ ഒന്നും സംഭവിക്കുന്നത് കണ്ടില്ല. സാറ ഉടനെയുള്ള ഒരു റിസൾട്ടാണ് പ്രതീക്ഷിച്ചത്. തൻ്റെ ഗർഭം ദൈവം അടച്ചിരുന്നതിനാൽ ദൈവത്തിൻ്റെ സമയം വരെ കാത്തിരിക്കുവാനുള്ള ക്ഷമ അവൾക്ക് ഇല്ലാതായി. അവൾ സ്വന്തം ആലോചനയിൻ പ്രകാരം തൻ്റെ മിസ്രയീമദാസി ഹാഗാർ മൂലം തനിക്ക് സന്തതി ഉണ്ടാകണമെന്ന് വിചാരിച്ച് അവളെ തൻ്റെ ഭർത്താവായ അബ്രഹാമിന് ഭാര്യയായി കൊടുത്തു. അവൾ ഗർഭിണിയായെന്നറിഞ്ഞപ്പോൾ സാറായെ അവൾ നിന്ദിതയായി കാണുവാൻ തുടങ്ങി. സാറായുടെ തെറ്റിന് സാറ അബ്രഹാമിനെ കുറ്റപ്പെടുത്തുന്നു. ഇത് ഇന്നും കുടുംബങ്ങളിൽ സംഭവിക്കുന്നുണ്ട്. തങ്ങളുടെ തെറ്റുണരാതെ മറ്റവനെ
പഴിചാർത്തുക. ഹാഗാർ പ്രസവിച്ചപ്പോൾ കുടുംബത്തിൽ അതിനുമേലെ പ്രോബ്ലം ഉണ്ടായി. ദൈവത്തിൻ്റെ ബ്ലെസ്സിങ് ലഭിപ്പാൻ നാം ക്ഷമയോടെ കർത്താവിൻ്റെ സമയത്തിനായി കാത്തിരിക്കേണ്ടതുണ്ട്. സാറയെപ്പോലെ പെട്ടെന്നൊരു റിസൾട്ട് കാണുവാനല്ലേ നാമും ആഗ്രഹിക്കുന്നത്? ഈജിപ്തിൽ അടിമകളായ ഇസ്രായേൽ ജനത്തിന് ന്യായം പാലിച്ചു കൊടുപ്പാൻ മോശ സ്വന്തമായ ബുദ്ധിയിൽ പ്രവർത്തിച്ചതുമൂലം ഭയത്തോടെ കൊട്ടാരം വിടേണ്ടതായി വന്നു. ദൈവത്തിൻ്റെ സമയത്തിനായി നീണ്ട 40 വർഷത്തെ കാത്തിരിപ്പ് ആവശ്യമായിരുന്നു. സദൃശവാക്യം 1:31 പറയുന്നത് പോലെ ദൈവാലോചന അനുസരിക്കാതെ സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നവർക്ക് സ്വന്തം വഴിയുടെ ഫലം അനുഭവിക്കേണ്ടി വരും എന്ന് കാണാം. സാറ തിരഞ്ഞെടുത്ത വഴി മൂലം വാഗ്ദത്ത സന്തതി അല്ലാതെ ഇസ്മായേൽ ജനിച്ചു. ഇന്നും ഇസ്മായേലിൻ്റെ സന്തതി ലോകത്തിന് തന്നെ ഭീഷണിയായിരിക്കുന്നു. വാഗ്ദത്ത സന്തതി വരുവാൻ അബ്രഹാമിൻ്റെയും സാറയുടെയും പുത്രോൽപാദന ശേഷി ഇല്ലാതാകുന്ന 25 വർഷങ്ങൾ കാത്തിരിക്കേണ്ടിയിരുന്നു. ഈ കാലയളവിൽ സാറ വാഗ്ദത്തത്തിൻ്റെ സന്തതിക്ക് വേണ്ടി വിശ്വാസത്തോടെ കാത്തിരുന്നു എന്ന് കാണാം. അവൾ ഹാഗാറിനെയും ഇസ്മായിലിനെയും ഭവനത്തിൽ നിന്ന് പുറത്താക്കുന്നു. പ്രായം കഴിഞ്ഞിട്ടും പുത്രോൽപാദനത്തിന് ശക്തി പ്രാപിച്ചു. മൃതപ്രായമായവന് തന്നെ പെരുപ്പത്തിൽ കടൽപ്പുറത്തെ എണ്ണിക്കൂടാത്ത മണൽ പോലെ സന്തതി ജനിച്ചു. ദൈവാലോചന അനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമേ ജീവിതത്തിൽ ഒരു സക്സസ് ഉണ്ടാകുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. എന്നാൽ അതിന് ദൈവവചനത്തിനെതിരായി പോകുമ്പോൾ അതിൻ്റെ തിക്തഫലങ്ങളും കാണുവാനായിട്ട് കഴിയും. ദൈവവചനപ്രകാരം മുന്നോട്ട് പോകുവാൻ നമുക്ക് ശ്രദ്ധിക്കാം.